Hello everyone, welcome to my channel. Here I explain MA Economics topics in a simple and easy to understand way. This video is for SGOU MA Economics 3rd semester students. Today we are beginning the Public Finance course. In this video, I will explain chapter 1 in a clear and simple manner, so you can easily understand the concept for your exam. So first we are discussing about what is role of government in market economy. A market economy is a system where what to produce and how to use resources is decided by prices which are set through the buying and selling between producers, consumers, workers and business owners. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് ഗവൺമെൻറ് മാർക്കറ്റ് എക്കണോമി, അതായത് മാർക്കറ്റ് എക്കണോമിയിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ റോള് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് എക്കണോമി എന്നുള്ളത് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും അതേപോലെ തന്നെ റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് പ്രൈസാണ്. ഈ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് പർച്ചേസിങ്ങിലൂടെയും സെല്ലിങ്ങിലൂടെയുമാണ്. അതായത് കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും വർക്കേഴ്സും ബിസിനസ് ഓണേഴ്സും ഒക്കെ അവർ നടത്തുന്ന പർച്ചേസിങ്ങിലൂടെയും സെല്ലിങ്സിലൂടെയൊക്കെയാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ പ്രൈസാണ് പ്രൊഡ്യൂസേഴ്സ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നും റിസോഴ്സസ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത്. ഇൻ ദിസ് സിസ്റ്റം ദ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓൺ ദെയർ ഓൺ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് കൺട്രോൾഡ് ബൈ സെൻട്രൽ അതോറിറ്റി ഓർ ഗവൺമെൻറ്. അതുപോലെ തന്നെ മാർക്കറ്റ് എക്കണോമിയിൽ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ റോള് വളരെ പരിമിതമാണ്, ലിമിറ്റഡ് ആണ്. അതായത് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ഇൻഡിവിജ്വൽസും അതേപോലെ തന്നെ ഗ്രൂപ്പ്സുമാണ്, ഗവൺമെൻറ് അല്ല. ഗവൺമെൻറ്റിനും സെൻട്രൽ അതോറിറ്റിക്കും പരിമിതമായിട്ടുള്ള റോള് മാത്രമേ ഒരു മാർക്കറ്റ് എക്കണോമിയിൽ ഉള്ളൂ. യൂഷ്വലി എ മാർക്കറ്റ് എക്കണോമി മീൻസ് ദാറ്റ് ബിസിനസ്സസ് ആൻഡ് റിസോഴ്സസ് ആർ പ്രൈവറ്റ്ലി ഓണഡ് വർക്കിംഗ് അണ്ടർ എ സിസ്റ്റം കോൾഡ് ക്യാപിറ്റലിസം ഓർ എ ഫ്രീ മാർക്കറ്റ്. ഒരു മാർക്കറ്റ് എക്കണോമിയിൽ ബിസിനസ്സസും റിസോഴ്സസും ഒക്കെ പ്രൈവറ്റ്ലി ഓണേഡ് ആയിരിക്കും. ഈ ഒരു സിസ്റ്റം ക്യാപിറ്റലിസത്തിൻ്റെയും അതേപോലെ തന്നെ ഫ്രീ മാർക്കറ്റിൻ്റെയൊക്കെ കീഴിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. A market economy works well in many ways, but it isn't perfect. It can have problems or weaknesses that cause market failures and may need fixing. അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് എക്കണോമിയിൽ വർക്ക് ചെയ്യുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ അതായത് ഫ്രീ മാർക്കറ്റിൻ്റെ ഒക്കെ കീഴിലാണ്. ഇവിടെ ഗവൺമെൻറ്റിന് പരിമിതമായിട്ടുള്ള റോളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാർക്കറ്റ് എക്കണോമിക്ക് ഒരുപാട് മോശം വശങ്ങളുണ്ട്. അതായത് ഫുള്ളി പെർഫെക്റ്റ് അല്ല. ഈ മോശം വശങ്ങൾ, ഈ പോരായ്മകൾ എക്കണോമിയിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസിന് കാരണമാവും. മാർക്കറ്റ് ഫെയിലേഴ്സ് ഉണ്ടാവാനും പിന്നെ മാർക്കറ്റിൻ്റെ വീക്ക്നെസ്സിന് ഒക്കെ ഇത് കാരണമാവും. അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കറക്റ്റീവ് ആക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കറക്റ്റീവ് ആക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് ലിമിറ്റേഷൻസ് ഓഫ് ദ ലേസസ് ഫെയർ ഡോക്ട്രൈൻ. എന്താണ് ലേസസ് ഫെയർ? ലേസസ് ഫെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എൻ എക്കണോമിക് ഐഡിയ ദാറ്റ് സേസ് ദ ഗവൺമെൻറ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദി എക്കണോമി. അതായത് ഇവിടെ എക്കണോമിയിൽ ഗവൺമെൻറ്റിന് ഒരു റോളും ഉണ്ടായിരിക്കില്ല. പകരം ബിസിനസ്സസും ഇൻഡിവിജ്വൽസും അവരുടെ തീരുമാനം അവർ സ്വന്തമായിട്ട് എടുക്കുകയായിരിക്കും ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കില്ല. അതിനെയാണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ലേസസ് ഫെയർ ഐഡിയ വിച്ച് സപ്പോർട്ട് എക്കണോമിക് ഫ്രീഡം, കോമ്പറ്റീഷൻ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് സൗണ്ട്സ് ഗുഡ് ഇൻ തിയറി ബട്ട് ഡസൻറ്റ് വർക്ക് വെൽ ഇൻ റിയൽ ലൈഫ്. അതായത് ഈ ലേസസ് ഫെയർ ഐഡിയ എന്നുള്ളത് റിയാലിറ്റിയിൽ പോസിബിൾ അല്ല. കാരണം ഇവിടെ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടായിരിക്കില്ല, പിന്നെ ബിസിനസ്സിൻ്റെ മേൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കില്ല. പീപ്പിളും അതുപോലെ തന്നെ ഫേംസും ആക്ട് ഓൺ ദെയർ ഓൺ, അതായത് അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഡിമാൻഡിലൂടെയും സപ്ലൈയിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പീപ്പിൾസും ബിസിനസ്സസും സ്വന്തമായിട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷനും ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇത് ശരിക്കും തിയറിയിൽ മാത്രമേ
ഇങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. റിയാലിറ്റിയിൽ ഈ ഒരു തിയറി ഒരിക്കലും പോസിബിൾ അല്ല. The failure of laissez-faire policies became clear during the Great Depression of the 1930 when it showed that government action was necessary to fix the economy. 1930 അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷന് ലേസസ് ഫെയർ പോളിസിയുടെ പോരായ്മയെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇവിടെയാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ്റെ ഇമ്പോർട്ടൻസ് ലോകത്തിന് മനസ്സിലാകുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്രൊവിഷൻ ഓഫ് കളക്റ്റീവ് ഗുഡ്സ്. Economist Richard Musgrave introduced the idea of merit goods, which is the items the government provides to meet important social needs, even though they are technically private ones. അപ്പോൾ ഇവിടെ ഉള്ളൊരു ആശയമാണ് മെറിറ്റ് ഗുഡ്സ്. മെറിറ്റ് ഗുഡ്സ് എന്നുള്ള ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റിച്ചാർഡ് മസ്ഗ്രേവ് ആണ്. എന്താണ് മെറിറ്റ് ഗുഡ്സ് എന്ന് നോക്കാം. മെറിറ്റ് ഗുഡ്സ് എന്നുള്ളത് സാങ്കേതികമായിട്ടൊരു പ്രൈവറ്റ് ഗുഡ്സ് ആണെങ്കിലും സമൂഹത്തിന് നല്ലതിന് വേണ്ടിയിട്ട് സർക്കാർ നൽകുന്ന ഗുഡ്സിനെയും സർവീസിനെയാണ് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ വസ്തുക്കൾ സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ളവയായിരിക്കും. എന്നാൽ എല്ലാവരും ഇതിന് പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കണം എന്നില്ല. പക്ഷേ എല്ലാവർക്കും ലഭിക്കണമെന്നും സമൂഹത്തിന് നല്ലതാവണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ നൽകുന്ന ഗുഡ്സിനെയാണ് അല്ലെങ്കിൽ സർവീസിനെയാണ് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ഹൗസിങ്, പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ, സബ്സിഡീസ്ഡ് മീൽസ് ഇൻ സ്കൂൾസ്, ഇതൊക്കെ അതിന് ഒരു എക്സാമ്പിളാണ്. തേർഡ് പോയിന്റ് ആണ് ഡിവേർജൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. അതെന്താണെന്ന് നോക്കാം. The famous economist A.C. Peake in his Economics of Welfare highlighted an imbalance between private and social interest in capitalist system, often due to externalities in production. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിവേർജൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് സോഷ്യൽ ഇൻട്രസ്റ്റും പ്രൈവറ്റ് ഇൻട്രസ്റ്റിനും ഇടയിൽ ഉള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള A.C. പീക്ക് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള എക്കണോമിക്സ് ഓഫ് വെൽഫെയർ എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇൻട്രസ്റ്റും സോഷ്യൽ ഇൻട്രസ്റ്റും ഒന്നല്ലാത്തൊരവസ്ഥ. ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ എക്സ്റ്റേണാലിറ്റീസ് കാരണമാണ്. എസ്പെഷ്യലി എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ, അതാണ് ഈ ഒരു വ്യത്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്താണ് എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ the side effects, whether it may be good or bad, that happen when goods or services are produced, which affect others who are not directly involved in the production. അതായത് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ മറ്റുള്ളവരെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് എക്സ്റ്റേണാലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. എന്താണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി? ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഉദാഹരണത്തിന്, എ ഫാക്ടറി പൊള്യൂട്ടിംഗ് എ റിവർ ഹാംസ് നിയർ ബൈ റെസിഡൻസ്. ഒരു ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണം അടുത്തുള്ള പുഴയെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എ കമ്പനി പ്ലാന്റിംഗ് ട്രീസ് ഇംപ്രൂവ് എയർ ക്വാളിറ്റി ഫോർ എവരി വൺ. ഒരു കമ്പനി എയർ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രീസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ചുറ്റുമുള്ള സമൂഹത്തിന് എന്താണ് നല്ല കാര്യമാണ്. അപ്പോൾ അത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. So for the negative externality, the government can impose taxes or fines on producers, and for the positive externalities, government can provide subsidies or tax benefit to producers who create social benefit. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ടാക്സസും ഫൈൻസും ഒക്കെ പ്രൊഡ്യൂസേഴ്സിൻ്റെ മേലെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഫോർ ദ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, ഗവൺമെൻറ് ക്യാൻ പ്രൊവൈഡ് സബ്സിഡീസ് ഓർ ടാക്സ് ബെനിഫിറ്റ് ടു പ്രൊഡ്യൂസേഴ്സ് ഹു ക്രിയേറ്റ് സോഷ്യൽ ബെനിഫിറ്റ്. അതായത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി അത് സമൂഹത്തിന് നല്ലതാണല്ലോ. അത് കൂടുതലായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ മേലെ സബ്സിഡീസും അതേപോലെ തന്നെ മറ്റ് ടാക്സ് ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. സോ ദ നെക്സ്റ്റ് പോയിന്റ്, ദ ഫോർത്ത് പോയിന്റ് ഈസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. വാട്ട് ഈസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം? Let us explain. The major drawback of market economies is the widening income gap between individuals and regions. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ.
ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ പുനർവിതരണം. അതായത് നമുക്കറിയാം ഒരു മാർക്കറ്റ് എക്കണോമിയിലെ ഏറ്റവും വലിയ ലിമിറ്റേഷനാണ് ഇൻകത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് വ്യക്തികളും പ്രദേശങ്ങളുടെയും തമ്മിലുള്ള വരുമാനത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് എക്കണോമിയിൽ ലാഭമുള്ളവർ കൂടുതൽ സമ്പാദിക്കും, ലാഭമില്ലാത്തവർ പിന്നോട്ട് പോകും. ഇത് കൂടിക്കഴിഞ്ഞാൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകലം കൂടും. അപ്പോൾ ഇതിനെയാണ് ഇൻകത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. To address this, the government redistribute income through social programs, including welfare, social security and unemployment insurance. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വെൽഫെയർ സ്കീംസ്, സോഷ്യൽ സെക്യൂരിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് പോലെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂടെ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അതായത് ഇപ്പോൾ സമൂഹത്തിൽ വരുമാനം കുറവുള്ളവർക്ക് സുരക്ഷയും സഹായവും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ധനികരിൽ നിന്നും ടാക്സ് പോലുള്ളവ ഈടാക്കി ആ പണം ദരിദ്രരെയും ജോലിയില്ലാത്തവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. വെൽഫെയർ പ്രോഗ്രാമിലൂടെ ദരിദ്ര കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിലൂടെ വയോജനങ്ങൾക്കും അതുപോലെ ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സഹായങ്ങൾ നൽകുന്നു. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീമിലൂടെ ജോലി നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക വരുമാന സഹായങ്ങൾ നൽകുന്നു മുതലായവ. ഫിഫ്ത്ത് പോയിൻ്റാണ് എക്കണോമിക് സ്റ്റെബിലൈസേഷൻ റോൾസ്. Beside the factors already mentioned, the government is also responsible for keeping the economy stable by preventing severe recessions or high inflation. അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ് എക്കണോമിക് സ്റ്റെബിലൈസേഷൻ, അഥവാ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയോടെ നിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം. ഒരു എക്കണോമിയെ വലിയ താഴ്ചയിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതും, അതായത് റെസിഷൻ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വിലകൾ അതിവേഗം ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എക്കണോമിയിൽ ഉയർച്ചയും താഴ്ചയൊക്കെ നോർമലാണ്, പക്ഷേ ഈ മാറ്റങ്ങൾ അതിര് വിട്ടാൽ അത് ജനങ്ങൾക്കും ബിസിനസ്സുകൾക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ നമുക്കറിയാം റെസിഷൻ വന്നാൽ തൊഴിലില്ലായ്മ ഉണ്ടാവും, ബിസിനസ്സുകൾ അടയും, അതുപോലെ തന്നെ വരുമാനം കുറയും. ഇൻഫ്ലേഷന് സാധനങ്ങളുടെ വില ഉയരാൻ കാരണമാവും, അത് ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പ്രയാസമാവും. പിന്നെ സേവിങ്സിൻ്റെ വാല്യൂ കുറയും. ഇതൊക്കെ ഇൻഫ്ലേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സ്റ്റേബിൾ എക്കണോമിക് ഗ്രോത്ത് ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് മണി പോളിസീസ് അലോങ് വിത്ത് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു എക്കണോമിയുടെ സ്റ്റേബിൾ ഗ്രോത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് വിവിധ രീതിയിൽ ഇടപെടും. ഗവൺമെൻറ് സ്പെൻഡിങ്ങിലൂടെയും മോണിറ്ററി പോളിസിയിലൂടെയും അതുപോലെ തന്നെ പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് അത് സാധ്യമാക്കുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ്ങിലൂടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് സർക്കാർ പണം ചെലവഴിക്കുമ്പോൾ ആളുകളുടെ തൊഴിൽ വർദ്ധിക്കും. അത് വരുമാനം കൂട്ടുന്നതിനും പിന്നീട് എക്കണോമിക് ഗ്രോത്ത് ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു. മോണിറ്ററി പോളിസിയിലൂടെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ബാങ്കുകളിൽ പണത്തിൻ്റെ സപ്ലൈ നിയന്ത്രിക്കുന്നു. ഇത് പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതിനും പിന്നെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, അതായത് BSNL, KSRTC, റെയിൽവേ തുടങ്ങിയ സ്ഥാപനങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ സജീവമായിട്ട് ഇൻവോൾവ്ഡ് ആവുന്നു. അതിലൂടെ തൊഴിലവസരങ്ങളും സേവനങ്ങളും ഉറപ്പാക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മാർക്കറ്റ് എക്കണോമി. നമ്മുടെ പബ്ലിക് ഫിനാൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റത്തെ ഭാഗം റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മാർക്കറ്റ് എക്കണോമി, അതിൽ 5 പോയിൻ്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ് വൺ ലിമിറ്റേഷൻസ് ഓഫ് ദ ലേസസ് ഫെയർ ഡോക്ട്രൈൻ, നെക്സ്റ്റ് വൺ പ്രൊവിഷൻ ഓഫ് കളക്റ്റീവ് ഗുഡ്സ്, തേർഡ് ഡിവർജൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്, ഫോർത്ത് പോയിൻ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഫിഫ്ത്ത് പോയിൻ്റ് എക്കണോമിക് സ്റ്റെബിലൈസേഷൻ റോൾസ്.